അസ്സാം വലൈക്കും. ഇസ്ലാമിലെ യേശു, ജീസസ് അഥവാ ഈസ അലൈഹി സ്വലാം. ക്രിസ്ത്യാനികളെ കൂടാതെ ലോകത്തിൽ ജീസസിൽ വിശ്വസിക്കുന്ന ഏക കൂട്ടരാണ് മുസ്ലിങ്ങൾ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈസ അലൈഹി സ്വലാമിൽ ജീസസിൽ വിശ്വസിക്കാത്ത ഒരാൾക്ക് ഒരു മുസ്ലിം ആകാൻ പോലും പറ്റില്ല. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകന്മാരിൽ ഒരാളാണ് ഈസ അലൈഹി സ്വലാം. ഈസ അലൈഹി സ്വലാമിന്റെ മാതാവായ മറിയം ബീവി ഖുറാനിൽ പേരെടുത്ത് പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഏക വനിതയാണ്. അതേപോലെ തന്നെ മറിയം ബീവിയുടെ പേരിൽ ഖുറാനിൽ ഒരു സൂറത്തുണ്ട്. ഖുറാൻ പറയുന്നത് പരിശുദ്ധയായ അവളാണ് മറിയം ബീവി എന്നും ദൈവത്തിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് മറിയം ബീവി എന്നും. ഈസ അലൈഹി സ്വലാമിന്റെ ജനനത്തെ സംബന്ധിച്ച് അള്ളാഹു ഖുറാനിൽ പറയുന്നു, കന്യകയായ മറിയം ബീവിയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹി സ്വലാം ഗബ്രിയേൽ വരികയും തനിക്കൊരു ആൺകുട്ടി പിറക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ഒരു പുരുഷന്റെ സാന്നിധ്യമില്ലാതെയാണ് ഒരു അത്ഭുതകരമായ ഒരു ജനനമായിരുന്നു ഈസ അലൈഹി സ്വലാമിൻ്റെത്. ഈസ അലൈഹി ഇസ്ലാമിന്റെ ജനനത്തിന് ശേഷം ജൂതന്മാർ മറിയം ബീവിയെ പല തോന്നിയാസങ്ങൾ പറഞ്ഞപ്പോൾ കൈക്കുഞ്ഞായിരുന്ന ഈസ അലൈഹി സ്വലാം തൻ്റെ മാതാവിന് വേണ്ടി സംസാരിക്കുകയും താൻ ദൈവത്തിൽ നിന്നുള്ള ദൂതനാണെന്ന് അവരെ അറിയിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം വളർന്നപ്പോൾ അദ്ദേഹം പല അത്ഭുതങ്ങൾ കാണിക്കുകയും, പക്ഷേ ഈ കാണിക്കുന്ന അത്ഭുതങ്ങളെല്ലാം തൻ്റെ പിതാവിൽ നിന്നാണ്, അല്ലെങ്കിൽ തൻ്റെ പിതാവിൻ്റെ നാമത്തിലാണ് അദ്ദേഹം ചെയ്തതെന്ന് അദ്ദേഹത്തിൻ്റെ ജനതയോട് പറഞ്ഞു കൊടുത്തു. ഇനി അദ്ദേഹത്തിന് ഒരു രണ്ടാം വരവുണ്ടെന്നും ആന്റി ക്രൈസ്റ്റ് ദജ്ജാലിനെ അദ്ദേഹം വധിക്കുമെന്നും മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ആ രണ്ടാം വരവിൽ ഒരു ഭരണം ഭൂമിയിൽ ഉണ്ടാകുമെന്നും മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ ഈസ അലൈഹിസ്സലാം ഒരു ദൈവമാണെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നില്ല. അതേപോലെ തന്നെ അദ്ദേഹത്തെ കുരിശിൽ തറക്കുകയും അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെട്ടുവെന്നും മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നില്ല. പകരം ഖുർആൻ പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ അങ്ങനെ തോന്നിപ്പിക്കുക മാത്രമാണ് അള്ളാഹു ചെയ്തത് എന്നാണ്.